ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ വലിപ്പം മനസ്സിലാവണേ. ഓ അടിപൊളി. ലോട്ടസ് ടവറിലേക്ക് കയറാൻ നമുക്ക് 6100 റുപ്പീസ് ആണുള്ളത്. നമ്മുടെ ഒബ്സർവേഷൻ ഡെക്ക് 6100 രൂപ കൊടുത്ത് കാണുന്ന ഒബ്സർവേഷൻ ഡെക്കാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. പൊന്നുപോലെ അടിപൊളിയാ നോക്കിയേ. ഇവിടെ എന്ത് ഭംഗിയ, ലൈക്ക് ഒരു ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയ പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ താങ്ക് യു. അപ്പോൾ എൻ്റെ കൂടെ ബസ്സിലുണ്ടായതാ. ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് കൊളംബോ ഫോർട്ടിൻ്റെ അവിടേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ലോട്ടസ് ടവറും കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ ഞാൻ കൊളംബോ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എത്തി. അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കി എന്ത് രസമാണ് നോക്കിയത് കാണാൻ. അടിപൊളി. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. ഞാൻ ഫുഡൊന്ന് കഴിക്കട്ടെ. ഡേ അതാണ് ലോട്ടസ് ടവർ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നടക്കാം. നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാം. ഞാൻ ആദ്യം പൈസ എടുക്കട്ടെ. നമ്മളെ എയർപോർട്ടിൽ നിന്ന് കൊളംബോയിലേക്ക് വരുന്നത് പേട്ട സ്ഥലത്തേക്കാണ് വരാം. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും ചുറ്റുക. അതായത് നമ്മുടെ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ എല്ലാം സ്ഥലത്തേക്ക് പോകാൻ പറ്റണത് ഇവിടെ നിന്നാണ്. ഇവിടെ മൊത്തം മൊബൈൽ ഷോപ്പും കാര്യങ്ങളാണ്. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു പലചരക്ക് കടയൊക്കെ കാണാം. പിന്നെ ഷൂ കട. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു രസമാട്ടോ. പക്ഷെ കൊളംബോ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല. കാരണം കൊളംബോ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇന്നും മെയ് 1 ആയതുകൊണ്ട്, അവധി ദിവസമായതുകൊണ്ട് ഇവിടെ കുറേ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഞാനിപ്പോൾ ഒരു ATM വന്നേക്കാം. നമ്മുടെ നാട്ടിലത്തെ മാസ്റ്റർ കാർഡ് വെച്ചിട്ട് ഇവിടെ നിന്ന് പൈസ എടുക്കുന്നത് കാണിച്ചു തരണം. അപ്പോൾ കാണിച്ചു തരാം. ഇത് ഉള്ളിലേക്ക് പോവാതെ ഇതാതെ പ്രശ്നം. പ്ലീസ് വെയിറ്റ്. ഇംഗ്ലീഷ് പിൻകോഡ് അടിക്കാം. നമ്മുടെ പിൻകോഡ് അടിച്ചിട്ട് ആധാർ കാർഡ്സ് അടിക്കുക. വിഡ്രോവൽ എത്ര രൂപയെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് 10,000 മതി. 10,000 രൂപ എടുക്കുക. നമ്മുടെ സേവിങ്സ് എടുക്കുക. പ്രൊസീഡ് ആക്കാം. വെയിറ്റ് ഫോർ യുവർ ക്യാഷ്. കാർഡ് വന്നു. 10,000 5000-ന്റെ 2 നോട്ട് വന്നിട്ടുണ്ട്. ഈ 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2,900. ഫെഡറൽ ബാങ്കിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എടുത്താലും ഇപ്പം ഞാൻ 10,000 ശ്രീലങ്കൻ മണി എടുത്തിട്ടുണ്ട്. ഇപ്പം 20,000 എടുത്തെന്ന് ചോദിക്കും 100 രൂപ പിടിക്കും. ഈച്ച് ആൻഡ് എവരി പേയ്മെന്റിന് 100 രൂപ വെച്ച് പിടിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സ്ക്രീൻ കാർഡ് കാര്യങ്ങളെല്ലാം ഒട്ടിക്കാൻ പറ്റും. ഇത് 300 രൂപയാണ് പറയണേ. നമ്മുടെ നാട്ടിലെ ഒരു 84 രൂപ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഷെഡ് ഉണ്ട്. 200 റുപ്പീസാണ്. അത് നമ്മുടെ നാട്ടിൽ 56 രൂപ. ഈ ഷെഡിയാണ്. ഇതെനിക്ക് പാകാവോന്ന് അറിയില്ല. ഒരാൾ വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ചോറാണ് ഇപ്പം ഉണ്ടാവുക. ചോറ് ഈ 4 കറികളും പ്ലസ് ചിക്കൻ 450 രൂപയാണ്. നമ്മുടെ നാട്ടിലെ 135 രൂപയുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഭക്ഷണം. നല്ല ചോറും പരിപ്പും ക്യാബേജും ഈ കറിയും ചിക്കനും ഇതും കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടോ. ഫുൾ എനർജി, അടിപൊളി. ഇനി നമുക്ക് ലോട്ടസ് ടവറിലേക്ക് പോകണം. എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ശ്രീലങ്കയ്ക്ക് വരാൻ എന്ത് എളുപ്പമാണെന്ന് അറിയും. കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കുക. ഏതാ ചീപ്പ് എന്ന് നോക്കുക. അതിനനുസരിച്ച് ഫ്ലൈറ്റ് പിടിക്കുക. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്ന് ഫെറി പിടിക്കുക. ഫെറി പിടിച്ചിട്ട് ജാഫ്നയിൽ വന്നിറങ്ങാം. അവിടുന്ന് കൊളംബോയിലേക്ക് കയറി വരാം. എമിഗ്രേഷനൊക്കെ എന്ത് എളുപ്പമാണെന്ന് അറിയോ. നിങ്ങൾ ഏതെങ്കിലും ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് വെക്കുക. എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. ഏതൊക്കെ സ്ഥലത്തേക്ക് കൊണ്ട് അവർക്ക് ഇന്ത്യ എല്ലാ കൃത്യ സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ വെറുതെ വിട്ടു. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. ഈ പ്രാവശ്യം ചോദിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നില്ല. ആൾ പറഞ്ഞാൽ ഈ പ്രാവശ്യം കിടത്തി വിടാം, ഒരു പ്രശ്നമില്ല, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര സീനില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ശ്രീലങ്ക കൊളംബോ മാത്രമല്ല, ശ്രീലങ്കയിൽ കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളുള്ളത് പേട്ടയിലാണ്. പേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയുടെ ഒരു ഹബ്ബായിട്ട് വരും. ഈ പേട്ടയുടെ അവിടെ നിന്നാണ് ഫോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ കണക്ട് ആവണേ. നമ്മൾ ശ്രീലങ്കയിൽ വരുമ്പോൾ ശ്രീലങ്കൻ എയർപോർട്ടിൽ നിന്ന് പേട്ടയിലേക്കാണ് ആദ്യം വരിക. പേട്ടയുടെ അടുത്താണ് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഫോർട്ട് റെയിൽവേ സ്റ്റേഷനാണ് കെൻഡി ആ സൈഡ് എല്ലാം കണക്ട് ചെയ്യണേ. ശ്രീലങ്ക ഫുള്ളും ട്രെയിനാൽ കണക്റ്റഡ് ആണ്. കണ്ട എന്തോരം ഫോറിനേഴ്സ് ആണെന്ന് പറയുമോ ഇവിടെ വരുന്നത്. അത്രയും പൊരുത്ത ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന്. ഇവരൊക്കെ ചൈനക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ടിക്കറ്റൊക്കെ വാങ്ങിക്കുന്നത് ഇതുപോലെ പൈസ കൊടുത്തിട്ട് ഇതുപോലൊരു സാധനം അവിടെ വയ്ക്കും. പ്ലാറ്റ്ഫോം 20 രൂപയാണ്. അവിടെ നിന്ന് എടുക്കാണ്. ഞാൻ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇവിടെ കൊടുക്കാം.
കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ സെറ്റപ്പ്. ഒരു പഴയ ഒരു വിന്റേജ് സെറ്റപ്പാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി നോക്കിക്കോളൂ. ഇവിടെ ഒരു കാര്യം കണ്ട, ഇവിടെ റെയിൽവേയുടെ പാളല്ലേ, അതിൻ്റെ നടുക്ക് വുഡാണ് വെച്ചേക്കുന്നത്. കോൺക്രീറ്റ് ഒക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല, മിക്ക സ്ഥലത്തും വുഡായിരിക്കും. ഇപ്പൊ ചില സ്ഥലത്തേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. 9 ആർച്ച് ബ്രിഡ്ജ് ഉണ്ട്, ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം വുഡ് ആവാനുള്ള കാരണം ബ്രിട്ടീഷേഴ്സ് ആണ് 9 ആർച്ച് ബ്രിഡ്ജ് പണിത്. അവിടെ പണിയണ സമയത്ത് അവരോട് പണി പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയി. പിന്നെ ഇവിടുത്തെ ശ്രീലങ്കൻസ് കോൺക്രീറ്റ് കിട്ടാതെ കാരണമുണ്ട് അവർ വുഡ് വെച്ചാണ് മൊത്തം ചെയ്തത്. ഈ പാളം കണ്ടില്ലേ, ഇതിൻ്റെ നടുക്കണ്ട വുഡാണ്. പിന്നെ കാലക്രമേണ അതൊക്കെയും കോൺക്രീറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു, മൊത്തത്തിൽ ആയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതെ, നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട്. എന്ത് പോക്ക പോണേ, അയ്യോ അപ്പോൾ അതെ അടുത്തൊരു സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ കയറി. ഞാൻ ലോട്ടസ് ടവർ എത്താറായി. അങ്ങനെ നമ്മൾ ഫൈനലി ലോട്ടസ് ടവറിലേക്ക് എത്തിയേക്കാണ്. എൻ്റെ മുന്നിൽ ഇതെന്തോ വലിയ സാധനം. നമുക്കിത് കൊളംബോ എത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും, പക്ഷെ കൊളംബോ പേട്ടേന്നും കുറച്ച് ദൂരമുണ്ട് ഇവിടേക്ക്. ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവണേ. ഓ അടിപൊളി, ഇത് രസം കാണാൻ. ലോട്ടസ് ടവറിലേക്ക് കയറാൻ നമുക്ക് 6100 റുപ്പീസാണുള്ളത്. ഇവിടുത്തെ ലോക്കലുള്ള ആൾക്കാർക്ക് 500 രൂപയുള്ളൂ. അതിൻ്റെ എത്ര ഇരട്ടിയാന്ന് നോക്കി കാണിക്കണം. ഇതാണ് പടുകൂറ്റൻ ലോട്ടസ് ടവർ. അങ്ങനെ ഗേറ്റ് നമ്പർ 1ലേക്ക് പോകണം. ഇതെന്താ സംഭവം എന്നല്ല, ഒരു ടവറാണ്. അതിൻ്റെ മുകളിൽ പോയിട്ട് ഒബ്സർവേഷൻ ടവർ കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറണം. ഇവിടെ 29 നിലകളാണ് കേട്ടോ കാണിക്കുന്നത് മൊത്തത്തിൽ. എൻ്റെ പൊന്നി ചെവിക്കടഞ്ഞൂട്ടാ. നമ്മുടെ ഒബ്സർവേഷൻ ഡെക്ക് 6100 രൂപ കൊടുത്ത് കാണുന്ന ഒബ്സർവേഷൻ ഡെക്കാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. പൊന്നുപോലെ അടിപൊളിയാന്ന് നോക്കിയേ, അടിപൊളി കേട്ടോ. ഫുൾ ശ്രീലങ്കയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇത് അവിടെ ട്രെയിനൊക്കെ കിടക്കിടക്കി, അവിടെ ട്രെയിനും കാര്യങ്ങളെല്ലാം കിടക്കിടക്കി. എന്ത് രസാന്നറിയോ എൻ്റെ പൊന്നി, ഇത് കാണാനുള്ള മുതലുണ്ട് കേട്ടോ. ഓരോ ചുറ്റിനും എന്ത് രസമായിട്ടാണ്, ഓരോ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കി, അവിടെ ഒരു ഫ്ലാറ്റിൽ ഹെലികോപ്റ്റർ പാഡ് കാണുന്നുണ്ട്. ഇവിടെ പിള്ളേര് കളിക്കുന്നു. കിട്ടിയില്ല വ്യൂ, ഒന്നും പറയാല്ലേ. ഡിഡ് യു നോ ദി ഹൈറ്റ് ഓഫ് കൊളംബോ ലോട്ടസ് ടവർ ഫ്രം ദി ബേസ് ടു ദി ടോപ്പ് ഈസ് 356 മീറ്റർ ഉണ്ട്. അതായത് 1168 ഫീറ്റ് ഉയരത്തിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇത് ഏഷ്യയിലെ 11ാമത്തെ ടോളസ്റ്റ് ടവറും വേൾഡിലെ 19ാമത്തെ ടോളസ്റ്റ് ടവറാണ്. ഇത് അതിനുള്ളതുണ്ട്. എന്ത് കാണാൻ, എന്ത് ഭംഗിയാറ്, എന്ത് മുതലാണെന്ന് പറയുന്നത്. ലോട്ടസ് ടവറില്ലേ ഇങ്ങനെ ചുറ്റി കാണണം, അത്രയ്ക്കുണ്ട് സംഭവം. കാരണം നമ്മുടെ പരുന്തൊക്കെ നമ്മുടെ തൊട്ടടുത്തി കൂടെയാണ് കേട്ടോ പറക്കണേ. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ എന്ത് ഭംഗിയ, ലൈക്ക് ഒരു ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയ പോലെ ഉണ്ട്. ബുർജ് ഖലീഫ വേറൊരു മൂഡ്. അങ്ങനെ ലോട്ടസ് ടവർ എല്ലാം കണ്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. 6100 ശ്രീലങ്ക മണി, അതായത് നമ്മുടെ നാട്ടിലെ 1700 രൂപ. USD കൺവേർട്ട് ചെയ്യുമ്പോൾ $20. $20 കൊടുത്ത് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ലൈക്ക് 50-50. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ വ്യൂ കാര്യങ്ങൾ അടിപൊളിയാണ്. ആ ലിഫ്റ്റിൽ പോയിട്ട് മുകളിൽ ആ വ്യൂ കാണുന്നത് സൂപ്പർ വെർത്തിട്ടാണ്. പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം വെറൊരു ടൈപ്പാ, ഒരു കാര്യമില്ല. അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നത് അത് വെറുതെ കേട്ടിരിക്കാം. ലോട്ടസ് ടവറിന്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ച അത് സൂപ്പർ തന്നെയാണ്. ഈ മുകളിൽ പോകുമ്പോൾ ചെവിക്കടയൂട്ട. നമ്മുടെ ശ്രീലങ്കയ്ക്ക് വേണ്ടി ചൈന പണിത പോർട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് വേണ്ടിയില്ല, ചൈനയ്ക്ക് വേണ്ടി പണിത പോർട്ട് തന്നെയാണ്. ചൈനയുടെ ട്രേഡ് കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി ചെയ്ത പോർട്ടുണ്ട്, കൊളംബോ സിറ്റി പോർട്ട്. അതിലിപ്പോൾ ആർക്കും വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. അവിടെ എന്തോ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ അതൊക്കെയും മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അതൊക്കെയും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശ്രീലങ്ക അധികം ഇഷ്ടപ്പെടാതെ, കൊളംബോ മാത്രമേ ഇവർ വിസിറ്റ് ചെയ്തിട്ടാണ് ശ്രീലങ്കേനെ വിലയിരുത്തുന്നത്. ഞാൻ കൊളംബോ അധികം വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നിസ്സാര അവേഴ്സ്, ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂർ മാത്രമാണ് കൊളംബോ അന്ന് കണ്ടിരുന്നത്. ഞാൻ ഡയറക്റ്റ് നേരെ ഇന്നർ പാർട്ടിലാണ് പോയത്, ശ്രീലങ്ക തനതായ കൾച്ചറിൻ്റെ അടുത്തേക്ക് പോയത്. അതുകൊണ്ടാണ് എനിക്ക് ശ്രീലങ്ക എപ്പോഴും മനസ്സുകൊണ്ട് ചേർന്നിരിക്കണേ. അതാണ് യഥാർത്ഥ ശ്രീലങ്ക. ഈ കൊളംബോ ഒരു സിറ്റിയാണ്, വേറെ ഒന്നുമില്ല ഇവിടെ. ഇന്ന് തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഗോൾഡ് ഫേസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അവിടെ ലോട്ടസ് ടവർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
ഇവിടുന്ന് കാണുമ്പോൾ നമ്മൾ ചോദിക്കാം അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയാ. ഇത്രയും വലിയൊരു സാധനമാണ് അത്. ഗോൾ ഫേസ് പോണ വഴി ഇവിടെ ഒരു ബിൽഡിങ് നോക്കി, എന്ത് വലിയ ബിൽഡിങ്ങാ, അടിപൊളി. ഇതെന്തോ ഗസ്റ്റ് ഹൗസ് എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, അവിടെ ഒന്നും മനസ്സിലാവില്ല. അതോ ഹോട്ടലോ? ഞാൻ നേരത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചൊരു ബിൽഡിങ്, ആ ബിൽഡിങ് ഇങ്ങനെ നീണ്ടു കിടക്കാട്ടാ. ഇത് പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റ് ആണ് സംഭവം. എന്ത് രസം കാണാൻ. ഇവിടെ എന്തോ സമ്മേളനം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ, നിറച്ച ആൾക്കാര്. അങ്ങനെ നടന്ന് ഗോൾ ഫേസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് ഗോൾ ഫേസ് ബീച്ച്. എന്നിട്ട് പറയാനാ, ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ട് നിറച്ചേക്കാം. ഇങ്ങനെയൊന്നല്ല ശ്രീലങ്ക, ഇത് ശ്രീലങ്കയല്ല. എൻ്റെ പൊന്നെ, വെറുതെ അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഈ കൊളംബോ വന്നിട്ട് എല്ലാവരും വെറുത്തു പോകണേ. ശ്രീലങ്ക കൊളംബോ അല്ല കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ കയറുന്നവർക്ക് ഇതിനെ ചവിട്ടി പിടിച്ച മുകളിലേക്ക് കയറണേ. നമുക്ക് ഇവിടുന്ന് തന്നെ കയറാം. അതിന് സ്റ്റെപ്പൊക്കെ അവിടെ വൺ ക്യൂ ആണ്. ഇങ്ങനെ കയറണം. ഇതിനെങ്ങനെ കയറാന്നുള്ളതാണ് ഞാൻ നോക്കണേ. ഇങ്ങനെ ചവിട്ട ഇത്രയുള്ള സംഭവം. ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് നേരെ വിടാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, നിങ്ങളില്ലേ കൊളംബോ സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൊളംബോ ലാസ്റ്റത്തെ ദിവസം ഒരു ദിവസം മാത്രം എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസം എക്സ്പ്ലോർ ചെയ്യുക. ഫസ്റ്റ് തന്നെ കൊളംബോ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വെറുത്തു പോയി കൊളംബോ. പക്ഷേ എൻ്റെ ശ്രീലങ്ക ഞാൻ പോയ മുമ്പത്തെ യാത്ര എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത യാത്ര. ഞാൻ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു ആപ്പിൾ ഇരിക്കുന്നതൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിസ്സാര രൂപയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് ചോദിച്ചു. ആൾ 250 രൂപ എന്ന് പറഞ്ഞു. അത് 250 എന്ന് പറഞ്ഞു. 250 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 70 കേട്ടോ. ഇത് 150 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 42 രൂപ. അത് 200 നമ്മുടെ നാട്ടിൽ ഒരു 56 രൂപ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെടുത്തോളം പറഞ്ഞു 1 കിലോ. അപ്പോൾ ആൾ പറയാ ഇവിടെ 1 കിലോ അല്ല, ഒരു പീസിനാണ് 250 എന്ന് പറഞ്ഞത്. ഒരു പീസ് എന്ന് പറയുമ്പോൾ 250 നമ്മുടെ നാട്ടിൽ 70 രൂപ. ഈ ചെറിയ ആപ്പിളിന് 70 രൂപയാണ് വരുന്നത്. ഇതിന് ഒരെണ്ണത്തിന് 42, അതിന് 56. ഇത് വരുന്നത് ചൈന, ഇത് ഫ്യൂജി, പിന്നെ ഇത് വേറെ ഏതോ രാജ്യമാണെന്ന് പറഞ്ഞത്. ഇവിടെ ആപ്പിളൊന്നുമില്ല, നമ്മുടെ ഈ മുന്തിരി മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടോ. അതായത് ഞാൻ രാവിലെ വന്ന അതേ ബസ് കൊളംബോയ്ക്ക്, എൻ്റെ കൊളംബോ യാത്ര ഒക്കെ കണ്ട് തിരിച്ച് അതേ ബസ് തന്നെ കിട്ടി, അതേ കണ്ടിട്ട് അടിപൊളി. തിരിച്ചങ്ങോട്ട് പോകണം. AC ബസ്സാണ്, 300 രൂപയാണ് ഇവിടുന്ന് കൊളംബോയ്ക്ക് പോകാൻ. എന്ത് ലാഭമാണെന്നറിയോ, നിസ്സാര രൂപയ്ക്ക് AC ബസ്സൊക്കെ കിട്ടും. അങ്ങനെ ശ്രീലങ്കയോട് വിട പറയാൻ സമയമായി. ഇനി കുറച്ച് നിമിഷം കൂടി ഞാൻ ശ്രീലങ്കയിലുള്ളൂ. എനിക്ക് കൊളംബോ ഒരു നെഗറ്റീവ് ഉണ്ടാകുന്ന വെച്ചിട്ട് ശ്രീലങ്ക മൊത്തം അലമ്പൊന്നല്ല. ഇത്രയും അടിപൊളി രാജ്യം വേറെ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തൊട്ടടുത്തൊരു രാജ്യം, ഭയങ്കര കൾച്ചേഴ്സും ഭയങ്കര വൃത്തിയും ഭയങ്കര സംസ്കാരമുള്ള ഒരു രാജ്യം തന്നെയാണ്. നിങ്ങൾ കൊളംബോ കണ്ടിട്ട് ആരും വിലയിരുത്തരുത്. നിങ്ങൾ ശ്രീലങ്ക വരാണെങ്കിൽ ഫസ്റ്റ് കൊളംബോ ഒരിക്കലും പോകരുത്. കൊളംബോയിലെ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് വേറെ സ്ഥലങ്ങളെല്ലാം കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊളംബോ വരാം. ഞാൻ എമിഗ്രേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കയറാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെയാണ് എത്തിയേക്കണത്. കാരണം എൻ്റെ ഫ്ലൈറ്റ് നാളെ രാവിലെ 7:30 ഞാൻ ഇന്ന് രാത്രി എത്തിയിട്ട് എനിക്കിനി എമിഗ്രേഷൻ്റെ കൗണ്ടറിലേക്ക് വരാൻ പറ്റുന്നത് നാളെ രാവിലെ 2 മണിക്കാണ്. ഇവിടെ കിടന്ന് ഉറങ്ങുക, ഫോൺ ചാർജ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക.